JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ കൊണ്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിലെ PSC ആവർത്തിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ജയിലുകളെ പ്രധാനമായും എത്രയായി തരംതിരിച്ചിരിക്കുന്നു? കേരളത്തിലെ ജയിലുകളെ പ്രധാനമായും എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ആർക്കൊക്കെ അറിയാം കേരളത്തിലെ ജയിലുകളെ പ്രധാനമായും എത്രയായി തരംതിരിച്ചിരിക്കുന്നു എന്ന്? ഒന്നാലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. 5 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. വിചാരണഘട്ടം, ശിക്ഷാ കാലാവധി എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജയിലുകളെ സെൻട്രൽ ജയിൽ, ജില്ലാ ജയിൽ, സബ് ജയിൽ, സ്പെഷ്യൽ സബ് ജയിൽ, തുറന്ന ജയിൽ, വനിതാ ജയിൽ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ വിചാരണഘട്ടം, ശിക്ഷാ കാലാവധി എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജയിലുകളെ സെൻട്രൽ ജയിൽ, ജില്ലാ ജയിൽ, സബ് ജയിൽ, സ്പെഷ്യൽ സബ് ജയിൽ, തുറന്ന ജയിൽ, വനിതാ ജയിൽ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 5 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. 6 മാസത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ട തടവുകാരെ പാർപ്പിക്കുന്നത് ഏത് ജയിലിലാണ്? 6 മാസത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ട തടവുകാരെ പാർപ്പിക്കുന്നത് ഏത് ജയിലിലാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച്, ഏതാണ് ശരി ഉത്തരം? സെൻട്രൽ ജയിലിലാണ് അല്ലേ. 6 മാസത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടവരെയും സൈനിക കോടതി ശിക്ഷിച്ചവരെയും സിവിൽ തടവുകാരെയുമാണ് സാധാരണയായി സെൻട്രൽ ജയിലുകളിൽ പാർപ്പിക്കുന്നത്. അപ്പോൾ 6 മാസത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ട തടവുകാരെ എവിടെയാണ് പാർപ്പിക്കുന്നത്? സെൻട്രൽ ജയിലിലാണ് പാർപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആർക്കൊക്കെ അറിയാം ശരി ഉത്തരം? ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? തിരുവനന്തപുരം നെട്ടുകാൽത്തേരിയിലാണ് തുറന്ന ജയില് സ്ഥിതി ചെയ്യുന്നത്. മതിലുകളോ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ലാത്ത തുറന്ന ജയിലുകൾ കേരളത്തിലെ 2 എണ്ണമാണ് ഉള്ളത്. ഒന്ന് തിരുവനന്തപുരത്തിനടുത്തുള്ള നെട്ടുകാൽത്തേരിയിലും മറ്റൊന്ന് കാസർഗോഡിനടുത്തുള്ള ചീമേനിയിലുമാണ്. അപ്പോൾ കേരളത്തിലെ തുറന്ന ജയിൽ, ആദ്യത്തെ തുറന്ന ജയിൽ എവിടെയാണ്? തിരുവനന്തപുരത്തുള്ള നെട്ടുകാൽത്തേരിയിലാണ്. അപ്പോൾ ഈ തുറന്ന ജയിൽ എന്ന് പറഞ്ഞാൽ മതിലുകളോ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും ഇല്ലാത്ത ഈ തുറന്ന ജയിലുകളിൽ കേരളത്തിലെ 2 എണ്ണമാണ് ഉള്ളത്. ഒന്ന് എവിടെയാണ്? തിരുവനന്തപുരത്തിനടുത്തുള്ള നെട്ടുകാൽത്തേരിയിലും മറ്റൊന്ന് കാസർഗോഡിനടുത്തുള്ള ചീമേനിയിലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 18നും 21നും ഇടയിൽ പ്രായമുള്ള കൗമാര കുറ്റവാളികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? 18നും 21നും ഇടയിൽ പ്രായമുള്ള കൗമാര കുറ്റവാളികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ബോർസ്റ്റൽ സ്കൂള് എറണാകുളത്തിനടുത്തുള്ള തൃക്കാക്കരയിലാണ് കേരളത്തിലെ ഏക ബോർസ്റ്റൽ സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 18നും 21നും മധ്യേ പ്രായമുള്ള കൗമാര കുറ്റവാളികളെയാണ് പാർപ്പിക്കുന്നത്. കേരളത്തില് 18നും 21നും ഇടയിൽ പ്രായമുള്ള കൗമാര കുറ്റവാളികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? ബോർസ്റ്റർ സ്കൂളാണ് അല്ലേ. ബോർസ്റ്റർ സ്കൂള് എറണാകുളത്തിനടുത്തുള്ള തൃക്കാക്കരയിലാണ് ഉള്ളത്. കേരളത്തിലെ ഏക ബോർസ്റ്റർ സ്കൂള് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. ഇവിടെ 18നും 21നും മധ്യേ പ്രായമുള്ള കൗമാര കുറ്റവാളികളെയാണ് പാർപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ വനിതാ ജയിൽ അല്ലാത്തത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് കേരളത്തിലെ വനിതാ ജയിൽ അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കോഴിക്കോടാണല്ലേ. കേരളത്തില് തിരുവനന്തപുരം, തൃശ്ശൂര്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും വനിതാ ജയിലുകൾ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ പൂജപ്പുര സെൻട്രൽ ജയിലിന് സമീപം ഒരു തുറന്ന വനിതാ ജയിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ താഴെ പറയുന്നവയിൽ കോഴിക്കോടാണ് കേരളത്തിലെ വനിതാ ജയിൽ ഇല്ലാത്തത്.
കേരളത്തിലെ തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും വനിതാ ജയിലുകൾ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ പൂജപ്പുര സെൻട്രൽ ജയിലിന് സമീപം ഒരു തുറന്ന വനിതാ ജയിലും പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ജയിലുകളിൽ തടവുകാർക്ക് നൽകുന്ന അടിസ്ഥാനപരമായ അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ജയിലുകളിൽ തടവുകാർക്ക് നൽകുന്ന അടിസ്ഥാനപരമായ അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശമാണ് ഈ അവകാശങ്ങളിൽ പെടാത്തത്. തടവുകാർക്ക് നിയമസഹായം തേടാനും കുടുംബാംഗങ്ങളുമായി ബന്ധം പുലർത്താനും ശുചിത്വമുള്ള അന്തരീക്ഷം ലഭിക്കാനും അവകാശമുണ്ട്. എന്നാൽ ജയിൽ അധികൃതർ നിശ്ചയിക്കുന്ന ഭക്ഷണം കഴിക്കാനേ അവർക്ക് അനുവാദമുള്ളൂ. ആ ഒരു കാര്യമാണ് ഈ അടിസ്ഥാനപരമായ അവകാശങ്ങളിൽ പെടാത്തത്. ഏതാണ്? ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ജയിൽ വകുപ്പിന്റെ തലവൻ ആരാണ്? കേരള ജയിൽ വകുപ്പിന്റെ തലവൻ ആരാണ്? ആർക്കൊക്കെ അറിയാം കേരള ജയിൽ വകുപ്പിന്റെ തലവൻ ആരാണ് എന്ന്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ജയിൽ DGP ആണ് ജയിൽ വകുപ്പിന്റെ തലവൻ. കേരള ജയിൽ വകുപ്പിന്റെ ഭരണപരമായ കാര്യങ്ങളുടെയും മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും ചുമതല വഹിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആണ്. അതായത് ജയിൽ DGP ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു തടവുകാരനെ അറസ്റ്റ് ചെയ്ത് എത്ര മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം? ഒരു തടവുകാരനെ അറസ്റ്റ് ചെയ്ത് എത്ര മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം? ആർക്കൊക്കെ അറിയാം എത്ര മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്ന്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഏതൊരാളെയും 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. യാത്രാസമയം ഇതിൽ ഉൾപ്പെടുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ജയിലുകളിൽ തടവുകാർക്ക് മാനസികാരോഗ്യം സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ജയിലുകളിൽ തടവുകാർക്ക് മാനസികാരോഗ്യ സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? 4 പദ്ധതികൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ജയിലുകളിൽ തടവുകാർക്ക് മാനസികാരോഗ്യ സഹായം നൽകുന്ന പദ്ധതി? ഏതാണ്? ഉണർവ്. ജയിലുകളിലെ തടവുകാരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അവർക്ക് കൗൺസിലിംഗ് നൽകുന്നതിനും കേരള ജയിൽ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? ഉണർവ്. മറക്കരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു സെൻട്രൽ ജയിൽ അല്ലാത്തത്? താഴെ പറയുന്ന 4 എണ്ണത്തില് ഏതാണ് ഒരു സെൻട്രൽ ജയിൽ അല്ലാത്തത്? ആർക്കൊക്കെ അറിയാം? അപ്പോൾ സെൻട്രൽ ജയിലുകൾ അറിയാവുന്നവർക്ക് അതിൻ്റെ അകത്ത് ഏതാണ് അല്ലാത്തതെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അല്ലേ? അപ്പോൾ ഏതാണ് ഇതിൻ്റെ അകത്ത് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. പാലക്കാട്, പൂജപ്പുര, കണ്ണൂര്, വിയ്യൂര്, തൃശ്ശൂര് എന്നിവ കേരളത്തിലെ പ്രധാന സെൻട്രൽ ജയിലുകളിൽ ഉൾപ്പെടുന്നു. പാലക്കാട് ഒരു ജില്ലാ ജയിലാണ് അല്ലേ? പാലക്കാട് എന്താണ്? ഒരു ജില്ലാ ജയിലാണ്. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ജയിൽ വകുപ്പിലെ ജീവനക്കാരുടെ പരിശീലനത്തിനായി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥാപനം ഏതാണ്? ജയിൽ വകുപ്പിലെ ജീവനക്കാരുടെ പരിശീലനത്തിനൊക്കെ ആയിട്ട് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥാപനം ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരമെന്ന്? ഓപ്ഷൻ ബി ആണല്ലേ. ജയിൽ സ്റ്റാഫ് ട്രെയിനിങ് കോളേജ്, വിയ്യൂര്. ജയിൽ വകുപ്പിലെ വിവിധ റാങ്കിലുള്ള ജീവനക്കാർക്ക് പരിശീലനം നൽകുന്ന പ്രധാന സ്ഥാപനമാണ് തൃശ്ശൂരിലെ തൃശ്ശൂർ ജില്ലയിലെ വിയ്യൂരിലെ ജയിൽ സ്റ്റാഫ് ട്രെയിനിങ് കോളേജ്. അപ്പോൾ ജയിൽ വകുപ്പ് ജീവനക്കാരുടെ പരിശീലനത്തിനായി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥാപനമാണ് ജയിൽ സ്റ്റാഫ് ട്രെയിനിങ് കോളേജ്, വിയ്യൂര്. വിയ്യൂര് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിൽ. അടുത്ത ക്വസ്റ്റ്യൻ. നല്ല നടപ്പിന് ശിക്ഷാ ഇളവ് ലഭിക്കുന്ന തടവുകാരെ പാർപ്പിക്കുന്നത് ഏത് ജയിലിലാണ് സാധാരണയായി? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നല്ല നടപ്പിന് ശിക്ഷ ഇളവൊക്കെ ലഭിക്കുന്നതിനെ കുറിച്ചൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള തടവുകാരെ പാർപ്പിക്കുന്നത് ഏത് ജയിലിലാണ് എന്ന് സാധാരണയായിട്ട് എവിടെയാണ് പാർപ്പിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ പല ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടാവില്ല. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. തുറന്ന ജയിലിലാണ് ഇങ്ങനെയുള്ളവരെ പാർപ്പിക്കുന്നത്. തുറന്ന ജയിലുകളിൽ മതിലുകളോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ ഒക്കെ
കുറവായിരിക്കും. നല്ല നടപ്പുള്ള തടവുകാർക്ക് സമൂഹവുമായിട്ട് കൂടുതൽ അടുത്തിടപഴകാനും പുനരധിവാസത്തിനുമുള്ള അവസരങ്ങൾ ഒരുക്കാനുമൊക്കെ ഇത് സഹായിക്കുന്നു. അപ്പോൾ നല്ല നടപ്പിന് ശിക്ഷാ ഇളവ് ലഭിക്കുന്ന തടവുകാരെ പാർപ്പിക്കുന്നത് തുറന്ന ജയിലിലാണ് സാധാരണയായി. അടുത്ത ക്വസ്റ്റ്യൻ. ജയിലുകളിലെ തടവുകാർക്ക് പുസ്തകങ്ങൾ വായിക്കാനും പഠനത്തിൽ ഏർപ്പെടാനുമുള്ള സൗകര്യം നൽകുന്ന എന്തിൻ്റെ ഭാഗമായാണ്? ഇപ്പോൾ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും അല്ലേ, ജയിലുകളിൽ തടവുകാർക്ക് അവർക്ക് പുസ്തകങ്ങൾ വായിക്കാനും അതുപോലെ തന്നെ പഠനത്തിലൊക്കെ ഏർപ്പെടാനുള്ള സൗകര്യങ്ങളൊക്കെ നൽകുന്നതായിട്ട്. അപ്പോൾ ആ സൗകര്യങ്ങൾ നൽകുന്ന എന്തിൻ്റെ ഭാഗമായാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, പുനരധിവാസ പ്രവർത്തനങ്ങൾ. തടവുകാരുടെ മാനസികവും ബൗദ്ധികവുമായ വളർച്ചയെ സഹായിക്കാനും അവരെ നല്ല പൗരന്മാരായി സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ലക്ഷ്യമിട്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വായനശാലകളും പഠന സൗകര്യങ്ങളും ജയിലുകളിൽ ഒരുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് പ്രകാരം നിയമം ലംഘിച്ച കുട്ടികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നിയമം ലംഘിച്ച കുട്ടികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരമെന്ന്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, ഒബ്സർവേഷൻ ഹോം. ഒബ്സർവേഷൻ ഹോം, സ്പെഷ്യൽ ഹോം. അപ്പോൾ രണ്ടെണ്ണവും ശരിയാണല്ലോ, ഒബ്സർവേഷൻ ഹോമും സ്പെഷ്യൽ ഹോമും. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നിയമം ലംഘിച്ച കുട്ടികളെ അവരുടെ പ്രായം അതുപോലെ തന്നെ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം എന്നിവ അനുസരിച്ച് ഒബ്സർവേഷൻ ഹോമുകളിലോ സ്പെഷ്യൽ ഹോമുകളിലോ ആണ് പാർപ്പിക്കുന്നത്. ബോർസ്റ്റൽ സ്കൂളിലെ 18 വയസ്സിന് മുകളിലുള്ള കൗമാര കുറ്റവാളികളെയാണ് താമസിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വേണം സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാം. ഓപ്ഷൻ ബിയും സിയും ഇതിൻ്റെ അകത്ത് ശരി ഉത്തരമാണ്. അപ്പോൾ ബോത്ത് ബി ആൻഡ് സി ആർ കറക്റ്റ് എന്ന രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നിയമം ലംഘിച്ച കുട്ടികളെ അവരുടെ പ്രായം കുറ്റകൃത്യത്തിന്റെ സ്വഭാവം എന്നിവ അനുസരിച്ച് ഒബ്സർവേഷൻ ഹോമുകളിലോ സ്പെഷ്യൽ ഹോമുകളിലോ ആണ് പാർപ്പിക്കുന്നത്. ബോർസ്റ്റൺ സ്കൂളിൽ പാർപ്പിക്കുന്നത് 18 വയസ്സിന് മുകളിലുള്ള കൗമാര കുറ്റവാളികളെയാണ് അവിടെ താമസിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും പുതിയ സിലബസ്, ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളും പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ പ്രത്യേക ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ ഈ ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൽ നമ്മൾ തയ്യാറാക്കിയ റാങ്ക് ഫയലിലുണ്ട്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.